നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായിരിക്കുകയാണ്. മധ്യസ്ഥയുമായി ഇറാൻ എത്തുന്നു. ഇറാൻ നാളെ പാകിസ്ഥാൻ സന്ദർശിക്കും, അതിനുശേഷം ഇന്ത്യ സന്ദർശിക്കും. ഒരു മധ്യസ്ഥ ശ്രമമൊക്കെ വന്നിട്ടുണ്ട്. അതിനിടയിൽ പാകിസ്ഥാൻ നിർണായകമായൊരു നീക്കം നടത്തിയിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെയുള്ള നീക്കമാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള വ്യാപാരത്തിന് നിരോധനം ഏർപ്പെടുത്തി പാകിസ്ഥാൻ. മാത്രമല്ല, റഷ്യയോട് പാകിസ്ഥാൻ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. മറ്റു പല രാജ്യങ്ങളോടും UN-നോടും പാകിസ്ഥാൻ ഇത്തരത്തിൽ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഇപ്പോൾ റഷ്യയോടും പാകിസ്ഥാൻ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പാക് വാണിജ്യ മന്ത്രാലയമാണ് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിന് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ സമുദ്രകര വ്യോമമാർഗമോ മറ്റൊരു രാജ്യം വഴിയോ പാകിസ്ഥാനിലേക്ക് ഇറക്കുമതി ചെയ്യരുത് എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റേതെങ്കിലും രാജ്യത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പാകിസ്ഥാൻ വഴി ഇറക്കുമതി ചെയ്യുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ദേശസുരക്ഷ, പൊതു താൽപ്പര്യം, ഇത് രണ്ടും അനുസരിച്ചാണ് ഇത്തരത്തിലൊരു നീക്കം എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഈ ഒരു മുഴം മുന്നേ ഇന്ത്യ എറിഞ്ഞിരുന്നു. അതായത് പാകിസ്ഥാനിലേക്കുള്ള വ്യാപാരത്തിന് ഇന്ത്യ നേരത്തെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാനും ഇത്തരത്തിൽ വ്യാപാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ബന്ധങ്ങളെല്ലാം വഷളായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ മന്ത്രിമാർ ഈ ഒരു ആണവായുധം പ്രയോഗിക്കും എന്ന ഭീഷണി ഇടയ്ക്കിടെ ഉയർത്തുന്നുണ്ട്. അന്തർദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ആണവായുധം പ്രയോഗിക്കും എന്ന തരത്തിലുള്ള ഭീഷണി ഉയർത്തുന്നത് എന്നാണ് രാജ്യത്തിൻ്റെ നിഗമനം. അതുകൊണ്ട് ഒരു അന്തർദേശീയ ശ്രദ്ധ വരിക, മറ്റു രാജ്യങ്ങൾ ഇടപെടുക, അങ്ങനെ ഒരു ശ്രദ്ധയിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം ഇടയ്ക്കിടെ ഈ ആണവായുധ പ്രയോഗം എടുത്തു പയറ്റുന്നത് എന്നാണ് രാജ്യത്തിൻ്റെ നിഗമനം. സിന്ധു നദിയിൽ ജലം തടസ്സപ്പെടുത്തി ഇന്ത്യ നിർമ്മിക്കുന്ന ഏത് തരം നിർമ്മിതിയും ആക്രമിക്കുമെന്ന ഭീഷണി കഴിഞ്ഞ ദിവസം പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഉയർത്തിയിരുന്നു. ഇത്തരം നിർമ്മിതികൾ സിന്ധു ജല കരാറിന്റെ ലംഘനവും പാകിസ്ഥാനെതിരായ കടന്നുകയറ്റവുമാണ്. വെടിയുണ്ട പായിക്കൽ മാത്രമല്ല അതിക്രമം, അതിലൊന്നാണ് ജലം തടസ്സപ്പെടുത്തൽ. അത് ദാഹവും വിശപ്പും മൂലം മരണത്തിനിടയാക്കും. കരാർ ലംഘിക്കൽ ഇന്ത്യക്ക് എളുപ്പമാകില്ല. വിഷയത്തിൽ പാകിസ്ഥാൻ ബന്ധപ്പെട്ട കക്ഷികളെ സമീപിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ ഇന്ത്യ ആക്രമിച്ചാൽ സമ്പൂർണ്ണ തിരിച്ചടി നടത്തുമെന്നാണ് ഖ്വാജ ആസിഫിന്റെ മുന്നറിയിപ്പ്. പാകിസ്ഥാനിൽ ചില മേഖലകൾ ആക്രമിക്കാൻ തീരുമാനമെടുത്തതായി ചില വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആക്രമണം സംഭവിക്കുമെന്നും അത് എത്രയും പെട്ടെന്ന് നടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ ഇതിനെതിരെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് തിരിച്ചടിക്കും. പരമ്പരാഗത ആയുധങ്ങളും ആണവായുധങ്ങളും പ്രയോഗിക്കുമെന്നും പാകിസ്ഥാൻ മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചിരിക്കുന്നത് ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാന് തക്കതായ തിരിച്ചടി നൽകുമെന്നാണ്. പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്തമാണ് ഇന്ത്യയെ ആക്രമിക്കുന്നവർക്ക് ശക്തമായ തിരിച്ചടി നൽകുക എന്നത്. അതിർത്തി കാക്കുന്ന സൈനികർക്ക് പൂർണ്ണ പിന്തുണയുണ്ട് എന്നും രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. നമ്മുടെ പ്രധാനമന്ത്രിയെ നന്നായി അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി, ദൃഢനിശ്ചയം എന്നിവ നിങ്ങൾക്ക് പരിചിതമാണ്. മോദിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായും സംഭവിക്കുമെന്നായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം. എന്തായാലും പാകിസ്ഥാൻ സൈനിക നീക്കങ്ങൾ നടത്തുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നതിനിടയിൽ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം ജാഗ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സൈന്യം ബങ്കറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. വ്യോമസേന സൈനിക ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റഷ്യൻ നിർമ്മിത മിസൈലുകളും എത്തിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി എയർ ചീഫ് മാർഷൽ കൂടിക്കാഴ്ച നടത്തി. കരനാവികസേനകളും സജ്ജമാണ്. നിയന്ത്രണ രേഖയിലെ പ്രകോപനത്തിനും സേന കനത്ത തിരിച്ചടി നൽകി കഴിഞ്ഞു. പാകിസ്ഥാനിലേക്ക് ജലമൊഴുക്ക് തടയാൻ ചെനാബ് നദിയിലെ ഡാമിൻ്റെ ഷട്ടർ താഴ്ത്തുന്ന നടപടി കൂടി സ്വീകരിച്ചിരിക്കുകയാണ്. അതിനിടയിൽ പാകിസ്ഥാനിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരിക്കുകയാണ്. അതായത് ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായതിന് പിന്നാലെ തുർക്കി പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തുർക്കി വ്യോമസേനയുടെ വിമാനങ്ങൾ പാകിസ്ഥാനിലെത്തുന്നു. ഇപ്പോൾ ഇതാ തുർക്കി നാവികസേനയുടെ കപ്പൽ പാകിസ്ഥാനിലെ കറാച്ചിയിലെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെത്തിയത് തുർക്കി നാവികസേനയുടെ TCG ബുയുഗഡ എന്ന കപ്പലാണ്. വിവരം പാകിസ്ഥാൻ നാവികസേന സ്ഥിരീകരിക്കുകയും ചെയ്തു. സൗഹൃദ സന്ദർശനം എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള സമുദ്ര വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കപ്പലെത്തിയത് എന്നാണ് പറയുന്നതെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ എന്തിന് അവിടെ കപ്പലെത്തിയെന്ന ചോദ്യം ശക്തമാണ്. പാകിസ്ഥാൻ സൈന്യത്തിനുള്ള പടക്കോപ്പുകളുമായാണോ തുർക്കി വിമാനം എത്തിയത് എന്ന ചോദ്യം ഇവിടെ ശക്തമാവുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് കപ്പൽ കറാച്ചി തീരം തൊട്ടത് എന്നതും ചോദ്യങ്ങൾ ഉയർത്തുകയാണ്.
തുർക്കി കപ്പലിനെ തുറമുഖത്ത് സ്വീകരിച്ചത് പാകിസ്ഥാൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഡയറക്ടറേറ്റ് ജനറൽ പബ്ലിക് റിലേഷൻസ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ സ്ഥിരീകരിച്ച് പുറത്തുവിടുകയും ചെയ്തു. പരസ്പര ധാരണ വർദ്ധിപ്പിക്കുക, ഇരു നാവികസേനകളും തമ്മിലുള്ള സമുദ്ര സഹനം ശക്തിപ്പെടുത്തുക എന്നിവയാണ് സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പഹൽഗാം ആക്രമണത്തിന് ശേഷം അതിർത്തിയിൽ പ്രകോപനം പാകിസ്ഥാൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വനമേഖലകളിലടക്കം സൈന്യം സുരക്ഷ ശക്തമാക്കി. ആക്രമണത്തിന് തിരിച്ചടി നൽകുക എന്നത് പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. അതിനിടയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരഗ്ചി പാകിസ്ഥാൻ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. തിരിച്ച് ടെഹ്റാനിലെത്തിയ ശേഷം ഇന്ത്യയിലേക്ക് തിരിക്കും. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഇറാൻ തയ്യാറാണെന്ന് അറിയിച്ചതിനു പിന്നാലെയാണ് സന്ദർശനം. അതിനിടയിൽ മറ്റൊരു നിർണായക നീക്കം നമ്മുടെ രാജ്യം കഴിഞ്ഞ ദിവസം നടത്തി. അതായത് ചെനാബ് നദിയിലെ ബഹ്ലിഗാർ അണക്കെട്ടിൻ്റെ ഷട്ടർ താഴ്ത്തുകയുണ്ടായി. പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് തുടർച്ചയായി ഹ്രസ്വ മധ്യ ദീർഘകാല നടപടികൾ കൈക്കൊള്ളുകയാണ് ഇന്ത്യയുടെ നീക്കം. ഇതിൽ ഹ്രസ്വകാല നടപടിയുടെ ഭാഗമായാണ് ബഹ്ലിഗാർ അണക്കെട്ടിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കാൻ ഷട്ടർ താഴ്ത്തിയത്. ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയാണ് നേരിട്ട് ബാധിക്കുക. ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നത് ബഹ്ലിഗാറിൽ നിന്നെത്തുന്ന ജലമാണ്. ചലൻ നദിയിലെ കിഷൻഗംഗ അണക്കെട്ടിൻ്റെ ഷട്ടറും ഇന്ത്യ താഴ്ത്തിയേക്കുമെന്നാണ് വിവരം. ഇതിനിടെ കഴിഞ്ഞ ദിവസവും പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് കരസേന അറിയിച്ചിരിക്കുകയാണ്. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, ബന്ദർ, നൌഷേര, സുന്ദർബനി, അഗ്നൂർ പ്രദേശങ്ങൾക്ക് എതിർവശത്ത് നിന്ന് പ്രകോപനമില്ലാതെ തന്നെ പാകിസ്ഥാൻ വെടിയുതിർക്കുകയാണ്. പാക് നടപടിക്ക് കൃത്യമായ മറുപടി, ചുട്ട മറുപടി നൽകുമെന്ന് തന്നെ നമ്മുടെ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടയിൽ നമ്മളുടെ ഒരു സൈനികൻ അവരുടെ പക്കലാണുള്ളത്. രാജസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഒരു പാകിസ്ഥാൻ റേഞ്ചറെ BSF കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇയാളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. റേഞ്ചർ ഇന്ത്യയുടെ പിടിയിലായി മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള പാക് പ്രകോപനമുണ്ടായത്. അബദ്ധത്തിൽ നിയന്ത്രണ രേഖ മറികടന്ന BSF കോൺസ്റ്റബിൾ പൂർണ്ണം കുമാർ സാഹു നിലവിൽ പാകിസ്ഥാന്റെ പിടിയിലാണുള്ളത്. ഏപ്രിൽ 23-നാണ് ഇദ്ദേഹം പാകിസ്ഥാന്റെ പിടിയിൽ അകപ്പെടുന്നത്. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ റേഞ്ചറെ ഇന്ത്യ കസ്റ്റഡിയിലെടുത്തത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ കൈക്കൊണ്ട നടപടികൾ പാകിസ്ഥാനുമേൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കും. പാകിസ്ഥാൻ ഏറ്റവും വലിയ പ്രഹരമാകാൻ പോകുന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുമെന്ന ഇന്ത്യൻ തീരുമാനമാണ്. പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയിലെ ജലലഭ്യതയെ പൂർണ്ണമായി ഇത് ബാധിക്കും. സിന്ധു നദിയിൽ നിന്നും അതിൻ്റെ പോഷക നദികളിൽ നിന്നുമുള്ള വെള്ളത്തെയാണ് പാകിസ്ഥാൻ കൃഷിക്കും കുടിവെള്ളത്തിനുമായി മുഖ്യമായി ആശ്രയിക്കുന്നത്. ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിൻ്റെ ഉപയോഗത്തിൽ വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാർ പ്രകാരം ചെയ്തിരുന്നത്. പാകിസ്ഥാനിലെ പ്രധാന കാർഷിക കേന്ദ്രമായ പഞ്ചാബിലേക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തുന്നതിൽ പ്രധാന പങ്ക് സിന്ധു നദീജല കരാറിലൂടെയാണ്. ജലലഭ്യത കുറയുന്ന നിലയുണ്ടായാൽ പഞ്ചാബിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാകും. സാമ്പത്തിക വെല്ലുവിളികൾ ഇതിനോടകം രൂക്ഷമായ പാകിസ്ഥാനിൽ ഭക്ഷ്യ പ്രതിസന്ധി കൂടി ഉണ്ടായാൽ ഭാവി അത്ര നല്ലതായിരിക്കില്ല എന്നാണ് സൂചനകൾ. എന്തായാലും നമ്മുടെ സൈന്യമൊക്കെ സജ്ജമാണ്. കര, നാവിക, വ്യോമസേന സജ്ജമാണ്. ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് രാജ്യം. ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സൈന്യം സജ്ജമാണ് എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഏത് രീതിയിലാണ് ആക്രമണങ്ങൾ നടക്കുക എന്ന കാര്യത്തിലാണ് ആശങ്ക ശക്തമാകുന്നത്. തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ തന്നെയാണ് ഏവരും ശ്രമിക്കുന്നത്. ഇന്ത്യക്ക് പിന്തുണ അറിയിച്ച് അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും വലിയൊരു രീതിയിൽ ഒരു സംഘർഷം ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം അമേരിക്ക നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു വലിയ രീതിയിലേക്ക്, വലിയ പോരാട്ടത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് രാജ്യവും ആഗ്രഹിക്കുന്നത്. പക്ഷേ പഹൽഗാമിലെ കൂട്ടക്കൊല, അതിന് തക്ക മറുപടി, അതിന് തക്ക തിരിച്ചടി പാകിസ്ഥാൻ അർഹിക്കുന്നുണ്ട്. അതിന് പിന്നിൽ പാകിസ്ഥാൻ്റെ ബന്ധമുണ്ട് എന്ന് അറിഞ്ഞത് തൊട്ട് തന്നെ രാജ്യത്തിൻ്റെ പ്രതികാര അഗ്നി ആളിക്കത്തുകയാണ്. തീർച്ചയായിട്ടും ഒരു തിരിച്ചടി, ആ ഒരു കൂട്ടക്കൊലയ്ക്ക് ഒരു തിരിച്ചടി പാകിസ്ഥാൻ അർഹിക്കുന്നുണ്ട്. അത് ഉടൻ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പറയുന്നുണ്ട്. അത് എപ്പോഴാണ്, ഏത് രീതിയിലാണ് എന്ന കാര്യത്തിലൊക്കെ ഇനി ആ ഒരു തിരിച്ചടി നടന്നാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും രാജ്യം സജ്ജമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.